ചർച്ചകൾക്കിടെ തൃശൂർ കോർപ്പറേഷൻ മേയറായി ഡോക്ടർ നിജി ജസ്റ്റിനെ പ്രഖ്യാപിച്ചു കോൺഗ്രസ്. എ പ്രസാദ് ഡെപ്യൂട്ടി മേയറാകും. KPCC മാനദണ്ഡം അനുസരിച്ചാണ് മേയറെ നിശ്ചയിച്ചത്. DCC നേതൃത്വം അറിയിച്ചു. മുൻ പരിചയമുള്ള ലാലി ജെയിംസിനെയും സുബി ബാബുവിനെയും തഴഞ്ഞതിൽ മുതിർന്ന നേതാക്കൾക്ക് എതിർപ്പുണ്ട്. തൃശൂർ DCC വൈസ് പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് നേതാവുമാണ് ഡോക്ടർ നിജി ജസ്റ്റിൻ. കോർപ്പറേഷനിലേക്കുള്ള കന്നി അംഗത്തിൽ കിഴക്കമ്പാട്ടുകര വാർഡിൽ നിന്നാണ് ഗൈനക്കോളജിസ്റ്റായ നിജി ജസ്റ്റിന്റെ വിജയം. കൂട്ടായ പ്രവർത്തനത്തിലൂടെ തൃശൂരിന്റെ വികസനം നടപ്പാക്കുമെന്ന് ഡോക്ടർ നിജി പറഞ്ഞു. തൃശ്ശൂരിനെ കുറിച്ചുള്ള വികസനം പറയുകയാണെങ്കിൽ ഞങ്ങൾ പാർലമെന്ററി പാർട്ടി യോഗം കൂടിയിട്ട് കൂട്ടായ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി തൃശ്ശൂരിന്റെ അടിസ്ഥാനപരമായ വികസനം ഒരു വശത്ത്, മറുവശത്ത് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ. നിജിയുടെ ഭർത്തൃപിതാവ് മുൻപ് തൃശൂർ മുനിസിപ്പൽ അധ്യക്ഷനായിരുന്നു. എ പ്രസാദാണ് ഡെപ്യൂട്ടി മേയർ. KPCC സെക്രട്ടറിയാണ് എ പ്രസാദ്. സ്വാഭാവികമായും ജനമേൽപ്പിച്ച വിശ്വാസം കാത്തു സംരക്ഷിക്കും. ജനങ്ങളെ ചേർത്തിർത്തിക്കൊണ്ട് തന്നെ ഭരണമായി മുന്നോട്ട് പോകും. എന്തായാലും ജനങ്ങളെ ഒപ്പം ചേർത്തുകൊണ്ട് ജനങ്ങളെ കേട്ടുകൊണ്ടായിരിക്കും UDFന്റെ കോൺഗ്രസിന്റെ ഭരണ സംവിധാനം മുന്നോട്ട് പോകുക. KPCC മാനദണ്ഡങ്ങൾ പാലിച്ചാണ് മേയറെ നിശ്ചയിച്ചതെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. പാർലമെന്ററി പാർട്ടി, ദാറ്റ് മീൻസ് കൗൺസിലേഴ്സിന്റെ തീരുമാനമാണ് അത്. കൗൺസിലേഴ്സ് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനെയാണ് നിയമിച്ചത്. എന്നിരുന്നാലും ഞാൻ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ തേടിയിരുന്നു. ആ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡോക്ടർ നിജി ജസ്റ്റിനെയാണ് ഞങ്ങൾ മേയർ സ്ഥാനത്തേക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. മേയർ സ്ഥാനത്തേക്ക് ടേം വ്യവസ്ഥയുണ്ടാകുമോ എന്ന ചോദ്യത്തിന് DCC അധ്യക്ഷൻ കൃത്യമായ മറുപടി നൽകിയില്ല. 4 തവണ വീതം വിജയിച്ച മുതിർന്ന നേതാക്കളായ ലാലി ജെയിംസിനെയും സുബി ബാബുവിനെയും മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിൽ ഒരു വിഭാഗം നേതാക്കൾക്കിടയിലും കൗൺസിലർമാർക്കിടയിലും കടുത്ത എതിർപ്പുണ്ട്. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.